ആയൂരിൽ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെയും പ്രധാനമന്ത്രി ജൻവികാസ് കാര്യക്രം പദ്ധതിയുടെയും ഭാഗമായി അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന് അനുവദിച്ചതാണ് വിമൻസ് ഹോസ്റ്റൽ. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. 2.5 കോടി രൂപയാണ് ഈ ഹോസ്റ്റലിന് വേണ്ടി വിനിയോഗിക്കുന്നത്. വളരെ നല്ല ഒരു കെട്ടിടം പണിയാൻ വേണ്ടി സാധിക്കും. 1.5 കോടി കേന്ദ്ര ഗവൺമെന്റ് തരും, 1 കോടി സംസ്ഥാന സർക്കാർ വിനിയോഗിക്കുന്നതായിരിക്കും. ഇവിടെ മന്ത്രി പറഞ്ഞതുപോലെ അതിനെ പരിപാലിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സ്ത്രീകൾ താമസിക്കുന്നത് കൊണ്ട് പരിപാലനം തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ രീതിയിൽ ഈ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൂടി മാതൃകയായിട്ടുള്ള രീതിയിൽ ഈ നമ്മുടെ ഹോസ്റ്റൽ പ്രവർത്തിക്കട്ടെ എന്നും അതിന്റെ പ്രവർത്തനം പൂർത്തിയാക്കട്ടെ എന്നും അതിനുവേണ്ടിയുള്ള എല്ലാ സഹകരണവും കേന്ദ്ര സർക്കാർ നൽകുമെന്ന് ഉറപ്പു നൽകിക്കൊണ്ട് സംസ്ഥാന കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിലാണ് വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നത്. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കേരളത്തിൽ ധാരാളം പദ്ധതികൾ ഇപ്പോൾ നടത്തി വരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഈ പദ്ധതി ഇവിടെ ആരംഭിക്കുന്നത്. ഇന്നത്തെ ഈ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി സ്വാഗതം പറഞ്ഞു. NK പ്രേമചന്ദ്രൻ MP മുഖ്യാതിഥിയായിരുന്നു. ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആര്യാലാൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM റാഫി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ S തങ്കമണി, വിളയിൽ കുഞ്ഞുമോൻ, രാജീവ് കോശി, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. എന്നാൽ CPI നേതൃത്വവും ജനപ്രതിനിധികളും പരിപാടികളിൽ നിന്നും വിട്ടുനിന്നു. CPM പഞ്ചായത്ത് അംഗങ്ങളും ആയൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അടക്കമുള്ള ആളുകൾ പരിപാടിക്ക് നേതൃത്വം നൽകി. ഉദ്ഘാടന പരിപാടികൾ അതീവ രഹസ്യമായി നടത്തിയെന്നാരോപിച്ച് BJP പ്രതിഷേധിച്ചു. ഇടമുളയ്ക്കൽ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിന്റെ നിർമ്മാണോദ്ഘാടന ചടങ്ങ് അതീവ രഹസ്യമായി നടത്തിയെന്നാരോപിച്ചുകൊണ്ട് ആയൂരിൽ വ്യാപകമായി BJP പോസ്റ്റർ പ്രചരണവും നടത്തി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.